ഫുള്ള് ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടി 1.35 അല്ല 2.30 ഫൈനൽ കൊടുക്കാം അല്ല 16 വണ്ടി ഓക്കെ. അതും 55,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഓക്കെ. ആവശ്യക്കാരൻ 625 ഡീസൽ ഓട്ടോമാറ്റിക്. ലോണൊക്കെ എത്ര കിട്ടും? നമുക്ക് ഒരു 5.5 മുകളിൽ നോക്കാം. ലോണും കിട്ടും അല്ലെ? കുറച്ചു കൊടുക്കാം അല്ല? ലോണ് കിട്ടോ? ശ്രീരാമന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വീണ്ടും നമ്മുടെ കരിപ്പൂരിലെ കാർ 84ലാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. എല്ലാം സാധാരണക്കാര വാഹനങ്ങളാണ് കേട്ടോ. ചെറിയ ബഡ്ജറ്റിൽ ഇറക്കാൻ പറ്റിയ കുറേ വണ്ടികളുണ്ട്. ആൾട്ടോ 800 ഉണ്ട്, ഹൂണ്ടായിൻ്റെ ഇയോൺ ഉണ്ട്, പിന്നെ സ്വിഫ്റ്റ് കാറിൻ്റെ ചാകര തന്നെ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരുപാട് സ്വിഫ്റ്റ് കാർ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ മാക്സിമം വണ്ടി സോൾഡ് ആയി പോയിട്ടുണ്ട്. ഇപ്പൊ പുതിയ സ്റ്റോക്കാണ് കയറിയിട്ടുള്ളത്. ഒരു 5-6 ലക്ഷത്തിന്റെ ഉള്ളിലുള്ള വാഹനങ്ങളാണ് കൂടുതലും അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ 7 സീറ്റുള്ള ഒരു ബൊലേറോ കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 5 സീറ്റാണ് കേട്ടോ കൂടുതലും. സഡാൻ ഉണ്ട്, ചെറുവണ്ടികൾ. ഇവിടെ എന്നോടൊപ്പം ഉള്ളത് ഇതിന്റെ ഓണറാണ്, ഷഫീഖ് ബ്രോ ആണ്. ഷഫീഖ് ബ്രോ എന്തൊക്കെയുണ്ട്? സുഖല്ലേ? കച്ചവടമൊക്കെ എന്തുകൊണ്ട്? മാഷാഅല്ലാഹ് കച്ചവടമൊക്കെ നടക്കുന്നുണ്ടല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ കുറെ വണ്ടി പോയിട്ടുണ്ട്. പിന്നെ എന്താ വെച്ചാല് ചെറിയ ബഡ്ജറ്റിന്റെ വണ്ടികൾ പെട്ടെന്ന് പോകും. ആൾക്കാർ അന്വേഷിക്കുന്ന വണ്ടികളാണ് കൂടുതലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ബ്രോ പ്രേക്ഷകരോട് എന്തെങ്കിലും പറയണ്ടോ? വന്ന് നോക്കട്ടെ, ചെക്ക് ചെയ്തെടുക്കുക. എല്ലാ ഭാഗം ചെക്ക് ചെയ്യുക. ഇവിടുന്ന് എന്നല്ല, ഏത് ഷോറൂമിൽ വീട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫുൾ A to Z ചെക്ക് ചെയ്തിന് മാത്രം എടുക്കുക അല്ലെ? നിങ്ങൾ അറിയുന്നില്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെ കൂട്ടി കൊണ്ടുവരാ, കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ ബ്രോ നമുക്ക് ലൊക്കേഷൻ എങ്ങനെ പറഞ്ഞു കൊടുക്കണ്ടേ? കരിപ്പൂർ എയർപോർട്ടിന്റെ തൊട്ടടുത്ത് കരിപ്പൂർ കുമ്മണിപ്പറമ്പ് പറയും. കുമ്മണിപ്പറമ്പ് അവിടെ നയറ പെട്രോൾ പമ്പ്, EMA കോളേജ്, പോലീസ് സ്റ്റേഷൻ തൊട്ടടുത്ത്. നിങ്ങൾ കോഴിക്കോട് ആ ഭാഗത്ത് നിന്ന് വരികയാണെങ്കിൽ എയർപോർട്ട് റോഡിൽ നേരെ കയറാം. എയർപോർട്ട് എന്നൊരു വഴിയുണ്ട്, അതായത് ഇങ്ങോട്ടേക്ക് കുന്നുംപുറം റോഡ് ഉണ്ട്. ആ റോഡിൽ കയറി കഴിഞ്ഞാൽ കുമ്മണിപ്പറമ്പ് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നയറ പെട്രോൾ പമ്പ് ഉണ്ട്, പോലീസ് സ്റ്റേഷന്, കോളേജ് ഒക്കെ വരുന്നുണ്ട്. അതിന്റെ തൊട്ടടുത്തായിട്ടാണ് ഈ ഷോറൂം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ഒക്കെ ലൊക്കേഷൻ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മൂപ്പര നമ്പർ വീഡിയോയിലുണ്ട്. 3 നമ്പർ ഉണ്ട്, ഏതെങ്കിലും നമ്പറിൽ വിളിച്ചാൽ മതി. അപ്പൊ നമ്മ കൂടുതൽ സമയം കളിയാതെ ഓരോ വണ്ടി കാണിച്ചു കൊടുക്കല്ലോ. നേരെ വണ്ടിയിലേക്ക് പോവാം. വീഡിയോ സ്കിപ്പ് ആക്കാണ്ട് നോക്കണേ. കാരണം എന്താ വെച്ചാൽ ഏകദേശം ഒരു 30-35 വണ്ടികളുണ്ട്. ഒറ്റ വീഡിയോയിൽ എല്ലാം കാണിക്കോട്ടോ. ഇനിയിപ്പോ രണ്ടാമത്തെ എപ്പിസോഡൊന്നുമില്ല, ഒറ്റ എപ്പിസോഡാണ്. എല്ലാ വണ്ടികളും ഈ വീഡിയോയിൽ തന്നെ കാണിക്കും. ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇവിടെ ചെറിയ ബഡ്ജറ്റിലുള്ള 2 ഇയോൺ കാണിച്ചു കൊടുക്കാം അല്ലെ? ആദ്യം ഇത് കാണിച്ചു കൊടുക്കുക. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013 മോഡൽ ഡിലൈറ്റ്. 13 മോഡല് ഡിലൈറ്റ് ആണ് ഓപ്ഷൻ വരുന്നത് അല്ലേ? AC പവർ സ്റ്റാറിംഗ്. ഓക്കെ. മോഡൽ 13 അല്ല? 13. ഓട്ടൊക്കെ എത്ര ഉണ്ടാവും? ഓട്ടോ 1ന്റെ ചോടേ ഉള്ളൂ. 1ന്റെ ഉള്ളിലേ ഉള്ളൂ. ഓക്കെ. തട്ടുമുട്ട എന്തുണ്ടോ? ഒന്നുമില്ല, നല്ല ക്വാളിറ്റി വണ്ടി. മെക്കാനിക്ക് പക്കയാണ്. ഓക്കെ. വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല? ഒന്നുമില്ല. പവർ വിൻഡോ വരൂല? ഉണ്ടാവില്ല, ഡിലൈറ്റിൽ ഉണ്ടാവില്ല. ഓക്കെ. ഇത് എന്തായാലും കൊടുക്കാം? നമുക്കിതൊരു 1.35 കൊടുക്കാം. 1.35 കൊടുക്കാം. ഫുൾ ലോൺ കിട്ടോ? ഫുൾ ലോണിൽ ഇറക്കാൻ പറ്റിയ വണ്ടി 1.35 അല്ലേ? 1.35. ഓക്കെ. അടുത്തത് വീണ്ടും ഒരു ഇയോൺ തന്നെയാണ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2012 മോഡൽ മേഘന പ്ലസ്. പവർ വരും അല്ലേ? ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടോ 1 ലക്ഷം. 1 ലക്ഷം ഓടിയിട്ടുണ്ട്. ഓക്കെ. റീപ്ലേസ്മെന്റ് ഉണ്ടോ? ഇല്ല. തട്ടുമുട്ടൊന്നും ഇല്ല. മെക്കാനിക്ക് എന്തുപാട്? സൂപ്പർ. മീത്തുൽ മിയ അല്ല? ഓക്കെ. ഇതെന്ത് വില ആസ്ക്? ഇത് 1.35. 1.35 കൊടുക്കാം അല്ല, മാക്സിമം കുറച്ച് കൊടുക്കാം. വന്നോട്ടെ. ഇത് ഓഫർ ഓണക്കല്ലേ വരുന്നത്. ഓക്കെ. കുറച്ച് കൊടുക്കാം. ഇത് കമ്പനി സെറ്റൊക്കെ വരുന്നുണ്ടല്ലോ, കമ്പനി സെറ്റൊക്കെ വരും. വേറെ അപാധകളൊന്നും ഒന്നുമില്ല. ഓക്കെ. അപ്പൊ ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഏറ്റവും ലേറ്റസ്റ്റ് ടൈപ്പിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ആൾട്ടോ 800 ആണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എങ്ങനെയാണ് ബ്രോ ഇത് മോഡല്? ഇത് 2022 സിംഗിൾ ഓണർ. ഓട്ടോ എത്ര? 35,000. വെറും 35,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി അല്ലേ? ഓപ്ഷൻ വരുന്ന LXI. ഓക്കെ. വേറെ റീപ്ലേസ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ അല്ലേ? സിംഗിൾ. ഓക്കെ. ഏറ്റവും പുതിയ മോഡലാണ്. എത്രക്ക് കൊടുക്കാം ബ്രോ ഇത്? നമുക്ക് 3.40 കൊടുക്കാം. 3.40 കൊടുക്കാം. ലോൺ എത്ര കിട്ടും? അത്ര ലോണും കൊടുക്കാം. നല്ല സിബില് നല്ല ട്രാക്ക് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഫുൾ ലോണ്, ഒരു പൈസ വേണ്ടി വരില്ല. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ലോ കിലോമീറ്റർ വെഹിക്കിൾ ആണ്.
ഇവിടെ ഒരു വീണ്ടും ആൾട്ടോ 800 ഇതെങ്ങനെയായിരുന്നു? ഇത് 2016 മോഡൽ LXi. 16 ന്യൂ ടൈപ്പിൽ വന്ന വണ്ടി അല്ലേ? 16 മോഡല്. ഓക്കെ. ഇത് പിന്നെ ഓട്ടോക്ക് എത്ര ഉണ്ട്? ഇത് 55,000. 55,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ഓട്ടം കുറവുണ്ട്. ഓക്കെ. ഓണർഷിപ്പ് ഒക്കെ സിംഗിള്, ഒറ്റ ഓണർ അല്ലേ? ഓക്കെ. വേറെ തട്ടുമുട്ടൊന്നുമില്ല. മെക്കാനിക് ഒക്കെ എന്തുപാട്? ഇത് ഇന്റീരിയർ കാണിച്ചു കൊടുക്കാൻ ലോക്ക് ആയിക്കണം. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് നമുക്കൊരു 230 ഫൈനൽ ചെയ്യാം. 235 അവിടെ ചോദിക്കണേ. 30 ഫൈനൽ കൊടുക്കാം. 230 ഫൈനൽ കൊടുക്കാം അല്ല? 16 വണ്ടി. ഓക്കെ. അതും 55,000 ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് ഉള്ള വണ്ടി. ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കോ. ഇവിടെ ഒരു സ്വിഫ്റ്റ് കാർ കാണിച്ചു കൊടുക്കാം, ന്യൂ ടൈപ്പ്. ഇതെങ്ങനെയായിരുന്നു? ഇത് 2018-19 രജിസ്റ്റർ. 19 രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വണ്ടി. ഇത് പെട്രോളാ ഡീസലാ? ഡീസൽ VDI. ഡീസൽ VDI. ഓക്കെ. കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ടാവും? 1,03,000. ഓക്കെ. വേറെ തട്ടുമുട്ട് അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലല്ലോ? ടയറൊക്കെ ഫുൾ കട്ട് ടയറൊക്കെ ഉണ്ട്. ഓപ്ഷൻ VDI അല്ലേ? ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 2 അല്ലേ? ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് നമുക്കൊരു 5,80 കൊടുക്കാം. 5,3 കൊടുക്കാം. 5,3 കൊടുക്കാം. 19 രജിസ്റ്റേർഡ് ആയിട്ടുള്ള വണ്ടി അല്ല? അതും ഡീസൽ ആണ്. കുറച്ച് റയർ ആയിട്ടുള്ള പീസ് ആണ്. ആവശ്യക്കാരാണെങ്കിൽ നോക്കിക്കോ. ഇത് ലോണൊക്കെ ഏകദേശം എത്ര? 5,5 വരെ ലോൺ കിട്ടുമല്ലോ. 5,3 ആസ്ക്. ഇവിടെ ന്യൂ ഷേപ്പ് സ്വിഫ്റ്റില് ഡീസൽ ഓട്ടോമാറ്റിക് റയർ ഇങ്ങനത്തെ വണ്ടി എവിടെയും കിട്ടൂല. ഓട്ടോമാറ്റിക് ആണ്, ഡീസൽ ആണ്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു കാര്യങ്ങള്? 2018-19 രജിസ്റ്റർ. ഓക്കെ. 19 റേസാണ്. ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടോ 1,22,000. 1,22,000 ഓടിന്. ഓണർഷിപ്പ് ഒക്കെ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ അല്ല? വണ്ടി തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല. ഓപ്ഷൻ പിന്നെ VDI. ഓക്കെ. നല്ല അടിപൊളി അലുവക്കണ്ടം പോലത്തെ ഫാൻസി നമ്പർ ആണ് വരുന്നത്. 82 ഒക്കെ ലോക്കായിരുന്നല്ലോ. പിന്നെ ഇത് നമുക്ക് എന്തിൽ കൊടുക്കാം? ഇത് നമുക്കൊരു 6,25 കൊടുക്കാം. 6,25 ഡീസൽ ഓട്ടോമാറ്റിക്. ലോണൊക്കെ എത്ര കിട്ടും? നമുക്ക് ഒരു 5,500 മുകളിൽ നോക്കാം. ലോണും കിട്ടുമല്ലേ? ഓക്കെ. ഇവിടെ വീണ്ടും ഒരു ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കാം, ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ളത്. ഇത് എത്ര മോഡലായിരുന്നു? 2018. ഇതൊക്കെ കേരള വണ്ടി തന്നെയല്ലേ? 18 VDI അല്ലേ? സിംഗിൾ ഓണർ. ഒരൊറ്റ ഓണർ. ഓട്ടൊക്കെ വല്ലാണ്ടുണ്ടോ? 82,000. ഓട്ടം കുറവുണ്ട്. ഓക്കെ. 82,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ളൂ. ഓണർഷിപ്പ് ഒക്കെ എത്രയാ? സിംഗാ? ഒരൊറ്റ ഓണർ. ഓക്കെ. ഇത് എത്ര കൊടുക്കാവോ സാർ? 6 ലക്ഷത്തിന് കൊടുക്കാം. 6 ലക്ഷം രൂപ കൊടുക്കാം. അതും നല്ല വണ്ടിയല്ലേ? നല്ല കിതുമത്തിന്റെ വണ്ടി. ഓക്കെ. ലോൺ മാക്സിമം ചെയ്യല്ലേ? മാക്സിമം ഫുള്ള് ലോൺ ചെയ്യാൻ പറ്റിയ വണ്ടിയാണ്. ഫുള്ള് കിട്ടൂല. 10,50 ഉറുപ്പ വേണ്ടി. ഓക്കെ. ഇവിടെ ഒരു വീണ്ടും ഒരു റയർ ബീസ് ടൊയോറ്റന്റെ എറ്റിയോസ് ക്രോസ് ഡീസൽ. 20 മോഡൽ സിംഗിൾ ഓണർ. ഒറ്റ ഓണർ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,04,000. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇല്ല. തട്ടുമുട്ട് ഇടി കുത്ത അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല അല്ല? ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഇതെന്ത് വില ആസ്ക് ചെയ്യണേ? ഇത് 3,75. 3,75 കൊടുക്കാം. അതും 2014 മോഡല്. 14. ഓക്കെ. ലോണ് മാക്സിമം ചെയ്യല? 3,500 വരെ ചെയ്യാം. 3,500 വരെ ലോണും കിട്ടും. ആവശ്യക്കാര് വിളിച്ചോളി കേട്ടോ. വീണ്ടും ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. ന്യൂ ഷേപ്പിൽ വന്നിട്ടുള്ള ഡീസലാണ്. ഈ ലൈനിൽ ഫുള്ള് സ്വിഫ്റ്റ് ചാകരാണ് കേട്ടോ. ഓക്കെ. നമുക്ക് ആദ്യം ഇതന്നെ കാണിച്ചു കൊടുക്കാം. ഇത് മോഡൽ എത്രയായിരുന്നു? 2018 വണ്ടി തന്നെ അല്ലേ? സെക്കൻഡ് ഓണർ. ഓക്കെ. സെക്കൻഡ് ഓണർ ആണ്. കേരള വണ്ടിയാണ്. ഓപ്ഷന് VDI അല്ലേ? VDI ആണ്. ഡീസലാണ്. പിന്നെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഉണ്ട്. ചെറുത് ഉണ്ട്. എന്താണ് റീപ്ലേസ്? പിന്നെ ബോണറ്റോ ഡോർ എന്തോ ഉണ്ട്. ഡോറോ ബോണറ്റോ 1-2 പീസ് റീപ്ലേസ് ഉണ്ട്. 1-2 പീസ്. ഓക്കെ. അതുകൊണ്ട് വില കുറച്ച് കൊടുക്കാം. മാറ്റം ഉണ്ടാവും. എഞ്ചിൻ എന്തുപാട്? എഞ്ചിനൊക്കെ ഓക്കെ. എഞ്ചിന് പക്കല? ഓക്കെ. വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നമല്ല? മേജർ ഇല്ല. ഓക്കെ. ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? നമുക്ക് 5,30 ഫൈനൽ പൊട്ടിച്ചു കൊടുക്കാം. 5 ഫൈനൽ കൊടുക്കാം അല്ല? ലോണ് നമുക്ക് 5 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 5 രൂപ ലോണും കൊടുക്കാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ല? ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കാം. അതും ചെറിയ പൈസ കൊടുക്കല്ല ബ്രോ? 5 കൊല്ലത്തെ പുതിയ പേപ്പറും എടുത്തിക്കണു ഓൾറെഡി. ഫോർഡിന്റെ ഫിഗോ ഡീസൽ വണ്ടിയാണ്. എത്ര മോഡലായിരുന്നു? 2011 മോഡല്. 11 വണ്ടി അല്ല? ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ട്?
ഓട്ടോ 1 ലക്ഷം ഉണ്ടാവും. കുറയൂല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. തട്ടുമുട്ട് ക്വാളിറ്റി വണ്ടി, മെക്കാനിക്ക് പക്ക. വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല. ചെറിയ പൈസക്ക് എടുക്കാൻ പറ്റിയ നല്ല വണ്ടി എന്ന് മൂപ്പര് പറയുന്നുണ്ട്. ഇത് എന്ത് വില കൊടുക്കാം ബ്രോ? ഇത് നമുക്കൊരു 1.10 ചോദിക്കണ്ടേ, എന്തെങ്കിലും കമ്മിയാക്കി കൊടുക്കാൻ മതി. 1.10 ചോദിക്കുന്നുണ്ട്, കമ്മിയാക്കി കൊടുക്കാം അല്ല? ഓക്കെ. AC ഉണ്ട്, പവർ സ്റ്റിയറിംഗ് ഉണ്ട്, 2 ഡോർ പവർ വിൻഡോ, കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ല? അതെ. ഓക്കെ. ടൈപ്പ് 2 ഇറങ്ങിയിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അതും ഡീസൽ വണ്ടിയാണ്. ബ്രോ ഇത് മോഡൽ എങ്ങനെയായിരുന്നു? 2013 മോഡൽ, സെക്കൻഡ് ഓണർ. 13 വണ്ടി അല്ലേ? ഓക്കെ. ഓണർഷിപ്പ് 2. ഓട്ടോ എത്ര ഉണ്ട്? ഓട്ടോ 1.25 മോഡലായിട്ടുണ്ട്. വേറെ തട്ടുമുട്ട് ഇടി കുത്തൊന്നുമില്ല? മെക്കാനിക്കും പക്കേ? ഓക്കെ. നല്ല വൃത്തിയുണ്ട്. ഓണർഷിപ്പ് എത്ര? 1, 2? സെക്കൻഡ് അല്ലേ? ഓക്കെ. വേറെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. ഇത് ലോക്ക്. ഒരു മിനിറ്റ്, ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കാണിച്ചു കൊടുക്കാം. ഇത് എത്ര പൈസ കൊടുക്കാം ബ്രോ? നമുക്കൊരു 3.30 ചോദിച്ചോളൂ. ഒരു 3.25 കൊടുക്കാം. 3.25 കൊടുക്കാം. 2013 വണ്ടി, അതും VDI അല്ല? ലോണ് മാക്സിമം എത്ര കിട്ടും? ഇതിന് 2.25, 2.80 റേഞ്ചിലൊക്കെ ലോൺ ചെയ്യും. അത്ര ലോണും ചെയ്യാം. ടൈപ്പ് 2 നല്ല അടിപൊളി കിതുമത്തിന്റെ കളറിൽ വന്നിട്ടുള്ള ഒരു സ്വിഫ്റ്റ് കാറാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. കുറച്ച് റയർ ആയിട്ടുള്ള സാധനം, ഗ്രേ കളർ. ഇത് എങ്ങനെയായിരുന്നു ബ്രോ മോഡല്? ഇത് 2015 3-ാം മാസം ഡെലിവറിയുള്ള വണ്ടിയാണ്. 15 മോഡല്. ഓക്കെ. 3-ാം മാസമാണ് ഡെലിവറി. ഓക്കെ. ഓട്ടോക്ക് എത്രയുണ്ട്? ഓട്ടോ 1.28. ഡീസൽ വണ്ടിയാണ്. ഓപ്ഷൻ പിന്നെ VDI ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ വരും. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3 ആയിട്ടുണ്ട്. വണ്ടിയിൽ വേറെ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ. ഇന്ത്യൻ ഭാഗത്തൊക്കെ സീറ്റ് കവർ കാര്യങ്ങൾ, ആൻഡ്രസ്റ്റ്, പിന്നെ ഒരു ആൻഡ്രോയിഡ് സെറ്റ് കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുൾ കട്ട് ടയർ കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ബ്രോ ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് 4 ലക്ഷത്തിന് കൊടുക്കാം. 4 ലക്ഷം രൂപ കൊടുക്കാം അല്ല? 15 വണ്ടി, നല്ല ക്വാളിറ്റി. നല്ല ക്വാളിറ്റി വണ്ടി മൂപ്പര് പറയുന്നത്. ലോൺ എത്ര കിട്ടും? ഒരു 3.5 ലോണും കിട്ടും അല്ലെ? ഓക്കെ. ഇവിടെ ഒരു സിൽവർ കളറിൽ വന്നിട്ടുള്ള ഒരു ടൈപ്പ് 2 സ്വിഫ്റ്റ് കാറാണ്. ഇതും ഡീസൽ വണ്ടിയാണ്. VDI അല്ലെ? 2017 മോഡൽ. 17 മോഡല്. ഓക്കെ. ഓട്ടോക്ക് എത്രയുണ്ട്? ഓട്ടോ 1 മോഡലുണ്ട്. ഇത് 17 വണ്ടി, അവസാന ടൈപ്പ് 2 അവസാന ഘട്ടത്തിൽ ഇറങ്ങിയ ഒരു വണ്ടി അല്ലെ? ഓക്കെ. ഓട്ടോ എത്ര പറഞ്ഞത്? ഓട്ടോ 1 മോഡലുണ്ട്. 1 മേലക്ക് ഉണ്ട് അല്ലെ? ഓപ്ഷൻ VDI ആണ്. 90-95 ഉണ്ടാവും. 95 ഉണ്ടാവും. ഓട്ടോ 1.95. 95,000. വെറും 95,000. ഓക്കെ. വെറും 95,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. അതുപോലെ തന്നെ ഇന്റീരിയർ ഭാഗത്ത് നല്ല സീറ്റ് കവർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പനി സെറ്റ് വരുന്നതാണ്. ഫുൾ കട്ട് ടയർ ഉണ്ട്. ഓണർഷിപ്പ് കയറിനാ ബ്രോ ഇത്? ഇല്ല. ഇത് എന്ത് വില കൊടുക്കാം? ഇത് നമുക്കൊരു 4.30 കൊടുക്കാം. 4.30. 25 കൊടുക്കാം. 4.75. 25. 4.25 വണ്ടി കൊടുക്കാം. 17 വണ്ടി, അതും VDI ആണ്. ഏകദേശം ഫുള്ള് ലോൺ ചെയ്യാം. ഒരു നയ പൈസ വേണ്ട. അത് നല്ല വൃത്തിയില് വെച്ചിട്ടുണ്ട് കേട്ടോ വണ്ടി. തെച്ചാൻ പോലീസ് ഒന്നും ചെയ്യാനൊന്നുമില്ല. എല്ലാ പണി കഴിഞ്ഞിട്ട് വെച്ചിട്ടുള്ളത് അല്ല? വേറെ റീപ്ലേസ്മെന്റ് തട്ടൊന്നുമില്ലല്ലോ? ഇല്ല. മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ വന്ന് വണ്ടി ചെക്ക് ചെയ്ത് ഫുള്ള് നോക്കിക്കോ. വണ്ടി നല്ല കിരുമത്തിന്റെ, കൂടുതൽ വില ഒന്നും ചോദിച്ചിട്ടില്ല. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോ. ഇവിടെ വീണ്ടും ഒരു ടൈപ്പ് 2 തന്നെ അല്ലേ? 2014 മോഡൽ. 14. ഇതും ഡീസൽ തന്നെ. ഓക്കെ. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1.30 ഓടിയിട്ടുണ്ട്. ഓണർഷിപ്പ് തേർഡ്. തട്ടുമുട്ടുണ്ടാ? ഇല്ല. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അല്ല? ഓക്കെ. ഇത് KL 60 രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്. ഇതും VDI അല്ല? ഓപ്ഷൻ VDI അല്ല? ഓക്കെ. ഇതെന്തായാലും കൊടുക്കാം? ഇത് നമുക്കൊരു 3.5 ഫൈനൽ അടിച്ചിട്ടുണ്ടാകും. 3.5 കൊടുക്കാം. 3.65 അവിടെ ചോദിക്കണേ. 14 ഫൈനൽ മുറിച്ച് കൊടുക്കും. 14 വണ്ടി. ഓക്കെ. 3.5 കൊടുക്കാം ഫൈനലായിട്ട്. ലോൺ അത്ര തന്നെ കിട്ടും? ഇല്ല. ഒരു 3 ലക്ഷം ലോൺ ചെയ്യുള്ളൂ. 3 ലക്ഷം ലോണും കിട്ടും അല്ലെ? 3 ഓണർഷിപ്പ് ആകുമ്പോൾ 3 ചെയ്യുള്ളൂ. ഓക്കെ. 3.10. ഓക്കെ. ഹിദുമത്തിന്റെ ഒരു മാരുതിന്റെ എസ്റ്റിലോ, അതും മോഡലുള്ള വണ്ടിയാണ് കേട്ടോ. 13 അല്ല മോഡൽ? 13 മോഡൽ സിംഗിൾ ഓണർ. അതും VXI K സീരീസ് എഞ്ചിനും വരുന്ന വണ്ടിയാണ്. നല്ല മൈലേജ് ഉണ്ടാവും അല്ലെ? ഓക്കെ. മോഡൽ കൂടിയതാണ് ബ്രോ. ഇത് പിന്നെ എത്ര ഓടിക്കണേ? 1 ലക്ഷം. 1 ലക്ഷം ഓടിയിട്ടുണ്ട്.
ഓക്കെ. പിന്നെ തട്ടുമുട്ട് കേസ് അങ്ങനത്തെ ഒന്നുമില്ല, ഹൈ ക്വാളിറ്റി വണ്ടി, ഹൈ ക്വാളിറ്റി അല്ല. മെക്കാനിക്ക് ഒന്നും നോക്കാനില്ല, ഫുൾ ഫിറ്റ്. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ, ഒറ്റ ഓണർ. ആ, ഒറ്റ ഓണർ വണ്ടി അല്ല. ഇത് വില കുറച്ച് കൂടും കേട്ടോ. കാരണം എന്താ വെച്ചാൽ വണ്ടി അത്രയ്ക്കും വണ്ടി ക്വാളിറ്റി ഉണ്ട്. വണ്ടിയാണ് അത്. പാർക്ക് ആൻഡ് സെയിൽ വണ്ടിയാണ്. അതുകൂടാതെ വണ്ടി നല്ല ഷോറൂം കണ്ടീഷനുള്ള വണ്ടി നമുക്ക് പറയുന്നത്. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇത് 1,90 കൊടുക്കാൻ പറ്റും. 1,90 അല്ലെ. ലോൺ കിട്ടോ ഇതിന്? ലോൺ ശ്രീറാം ചെയ്യാം. ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഇതവിടെ ഒരു ജനപ്രിയ വണ്ടി മഹീന്ദ്രന്റെ ബൊലേറോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. ബ്രോ ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2017 മോഡല്. 17 വണ്ടി അല്ലെ. SLX ആണ് ഓപ്ഷൻ തന്നെ. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, 4 ഡോർ പവർ വിൻഡോ ഒക്കെ വരും. പിന്നെ പവർ പ്ലസ് അല്ല ബ്രോ? അതെ, പവർ പ്ലസ് ആണ് കേട്ടോ. M2D ഇല്ല. എത്ര ഓടിയിട്ടുണ്ട്? 1 ലക്ഷം. 1 ലക്ഷം. ആ, ഓക്കെ. പിന്നെ ഓണർഷിപ്പ് ഒക്കെ കയറിയാ? ഓണർഷിപ്പ് സെക്കൻഡ് അല്ലേ. വേറെ മെക്കാനിക്ക് എന്തുവാട്? നല്ല വണ്ടി, സൂപ്പർ വണ്ടി. ആ, തുരുമ്പ് കരിമ്പൊക്കെ ഒന്നുമില്ല. ഇല്ല, തുരുമ്പൊന്നും ഇല്ല അല്ല. ഓക്കെ. ഇതിന് കൂടപ്പുറപ്പുള്ള തുരുമ്പ്. അതാ മഹീന്ദ്രന്റെ വണ്ടി പെട്ടെന്ന് തുരുമ്പ് കയറും, അതാണ് ചോദിക്കുന്നത്. ചെക്ക് ചെയ്തിട്ടോട്ടെ അല്ലെ. എത്ര കൊടുക്കാം ഇത് നമുക്ക്? ഇത് നമുക്കൊരു 6,400 രൂപ കൊടുക്കാം. 6,400 കൊടുക്കാം. ലോൺ അത്ര തന്നെ ലോണും കയറും അല്ലെ. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. മാരുതിന്റെ സിയാസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. അതും നല്ല മോഡൽ ഉണ്ടല്ലോ ബ്രോ. മോഡൽ 22 രജിസ്റ്റേർഡ്. ഓപ്ഷൻ ഏതായിരുന്നു? ഇത് ഫുൾ ഓപ്ഷൻ. ഫുൾ ഓഡ് അല്ലേ. ഓക്കെ. അലോയ്സ് കാര്യങ്ങൾ പുഷ്പട്ടനൊക്കെ ഉണ്ടായില്ലേ? ഓട്ടോമാറ്റിക് വണ്ടി. ആ, ഓട്ടോമാറ്റിക്, മാനുവൽ അല്ല. പിന്നെ ഇന്റീരിയർ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല സീറ്റ് കാര്യങ്ങള് കുറച്ച് പഴയതായിക്കണ്. പുതിയത് മാറ്റി കൊടുക്കാം നമുക്ക്. നിങ്ങൾ മാറ്റി കൊടുക്കും അല്ലേ. ഓക്കെ. പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് വരുന്നുണ്ട് കമ്പനി. ബ്രോ ഇത് പിന്നെ അതർ സ്റ്റേറ്റ് വണ്ടി അല്ല? MH വണ്ടി. നമ്പർ ആക്കിട്ടാ കൊടുക്കുന്നത്? നമ്പർ ആക്കിട്ട് നമുക്ക് 7 ലക്ഷത്തിന് കൊടുക്കാം. നമ്പർ ആക്കിട്ട് 7 ലക്ഷം കൊടുക്കാം. 22 രജിസ്റ്റേർഡ് ആയിട്ടുള്ള പെട്രോൾ ഹൈബ്രിഡ് വണ്ടി. സ്മാർട്ട് ഹൈബ്രിഡ് ആണ്. വണ്ടിയിൽ എന്തെങ്കിലും അപാധകൾ? ഒന്നുമില്ല. ഇല്ല, നീറ്റ് ആൻഡ് ക്ലീൻ അല്ല. കണ്ണി ചിമ്മിട്ട് എടുക്കാൻ കഴിയും? എടുക്കാൻ പറ്റും. ഓക്കെ, ആവശ്യക്കാർ വിളിച്ചോട്ടെ. ഡീസൽ വണ്ടിയാണ് നിങ്ങളെ കാണിക്കുന്നത്. അതും ഫുൾ ലോഡ് വണ്ടി അല്ലേ. പ്ലസ് പുഷ്പട്ടൻ അടക്കം വരുന്ന വണ്ടിയാണ്. എല്ലാ സെറ്റപ്പ് വരുന്നുണ്ട്. ബ്രോ ഇത് മോഡൽ എങ്ങനെയായിരുന്നു? ഇത് 2018 മോഡൽ. 18 വണ്ടി. ZD പ്ലസ്. എത്ര ഓടിയിട്ടുണ്ട്? ഇത് 1,15. ആ, റീപ്ലേസ്മെന്റ് ഒന്നും ഉണ്ടോ? ഇല്ല. മെക്കാനിക് എന്തുവാട്? കുഴപ്പമില്ല. ഓണർഷിപ്പ് സിംഗിൾ, ഒറ്റ ഓണർ അല്ല. ഓക്കെ. വേറെ യാതൊരു അപാധകളില്ല. നല്ല ക്ലീൻ പീസ് അല്ലേ. നല്ല വണ്ടി. ആ, ഇത് നമുക്ക് എന്ത് വില കൊടുക്കാം? ഇത് നമുക്ക് 7 ലക്ഷത്തിന് കൊടുക്കാം. 7 ലക്ഷം രൂപ കൊടുക്കാം. ആ, ഓക്കെ. വണ്ടി വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 7 ലക്ഷം. ലോൺ എത്ര കിട്ടും? നമുക്കൊരു 6.5 ലോൺ ചെയ്യാം. ലോൺ ചെയ്യാം. 18 ZD പ്ലസ് അല്ലെ. ഇവിടെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി കൊടുക്കല്ലോ ബ്രോ. 2012 മോഡൽ വീഡിയോ മാരുതിന്റെ SX4 ആണ് നിങ്ങളെ കാണിക്കുന്നത്. ഓക്കെ. 2012. ആ, പുതിയ പേപ്പർ എടുത്തുക്കണോ? ആയിട്ടില്ല. അടുത്ത കൊല്ലം ലാസ്റ്റ് ആണ് പുതിയ പേപ്പർ. സമയമായിട്ടില്ല. പിന്നെ വണ്ടി എന്ത് പാട്? മെക്കാനിക് ഒക്കെ? ആ, തട്ടുണ്ടോ? ഇല്ല. തട്ടുമുട്ടൊന്നുമില്ല. ഓക്കെ. ഓട്ടൊക്കെ വല്ലാണ്ടുണ്ടായത്? കൂടുതലില്ല. 1.20, 1.20, 1.30 ഉണ്ടാവുള്ളൂ. ഓടിയിരുന്നത് വണ്ടി എന്ത് പാട്? മെക്കാനിക് നല്ല വണ്ടി. ആ, മിയത്തിൽ മിയ. ഓക്കെ. എത്ര പൈസ കൊടുക്കാം? ഇത് നമുക്കൊരു 1,90 കൊടുക്കാം. 1,90 കൊടുക്കാം. അതും 12 അടുത്ത കൊല്ലം ലാസ്റ്റ് വരെ പേപ്പറും ഉണ്ട്. വണ്ടിയിൽ വേറെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല അല്ല. നീറ്റ് ആൻഡ് ക്ലീൻ. മാക്സിമം കുറച്ച് കൊടുക്കാം അല്ല. ലോണ് കിട്ടോ? ശ്രീറാം ചോദിക്കേണ്ടി ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇവിടെ നമുക്ക് വോക്സ്വാഗന്റെ വെന്റോ അല്ല, പോളോ. ഇതെങ്ങനെയായിരുന്നു? 2013 മോഡല്. 13 പോളോ. ഒറിജിനൽ കേരള വണ്ടി. ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ടാവും? ഓട്ടോ 1.30, 1.40 എടുത്തൊക്കെ ഉണ്ടാവും. ആ, വണ്ടി മെക്കാനിക്കൽ എന്ത് കുഴപ്പമില്ല. എവറേജോ അല്ല, ഫുൾ അല്ല? ഫുൾ ആവറേജോ? ഓക്കെ. ഇത് എത്രക്ക് കൊടുക്കാം? ഇത് നമുക്കൊരു 2.30 കൊടുക്കാം. 2.30 അല്ല. ഡീസൽ വണ്ടി അല്ല? ഡീസൽ വണ്ടി. ഓക്കെ. ഡീസൽ നമുക്ക് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം. കുറച്ച് കൊടുക്കാം. 2.30 ആസ്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ആവശ്യക്കാരാണെങ്കിൽ വന്ന് ഫുൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളി. വണ്ടി മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. ഓക്കെ. ഇതവിടെ മാരുതി കാർ. അതും AC ഉള്ള വണ്ടി അല്ലേ. ഭർത്തക്കാർക്കും പഠിപ്പിക്കുന്ന ആൾക്കും ആർക്കും വേണമെങ്കിൽ എടുക്കാം. എത്ര മോഡലായിരുന്നു?
ഇത് 2002 മോഡല്. 2002 ഡീലക്സ്. ആ ഡിലക്സാ. എത്ര വരെ പേപ്പർ ഉണ്ട്? ഇത് 27 6 മാസം. 6 മാസം വരെ പേപ്പർ ഉണ്ട് അല്ലേ? 26 മാസം വരെ പേപ്പർ ഉണ്ട്. എന്തുപാട് മെക്കാനിക് ഒക്കെ? നല്ല വണ്ടിയാ. നല്ല വണ്ടി അല്ലേ? ഓക്കെ. തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല. എത്ര കൊടുക്കാം ബ്രോ ഇത്? ഇത് നമുക്ക് 52 രൂപ കൊടുക്കാൻ പോകും. 52,000 കൊടുക്കും. MPF അല്ലേ? അതെ. ആ മൈലേജ് ഉണ്ടാവും. പിന്നെ 52 കൊടുക്കാം. ആവശ്യക്കാർ വരട്ടെ. ഇവിടെ നമുക്ക് ഹോണ്ടന്റെ ഇതേത് വണ്ടിയായിരുന്നു? സിവിക് ആണ്. ഓട്ടോമാറ്റിക് സിവിക് അല്ലേ? ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2008 മോഡല്. 8 വണ്ടി, 28 വരെ പേപ്പർ ഉണ്ടാവും. പിന്നെ എന്തുപാട് വണ്ടി? മെക്കാനിക്കല്ലോ? നല്ല വണ്ടി. ഷാറ്. ഓക്കെ. CVT ആ CVT ആറാ? ആ കയറ്റത്തിന് താഴത്ത് ഇറങ്ങൂല അല്ല? ഓക്കെ. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഓട്ടോമാറ്റിക് വണ്ടി അല്ലേ? അതെ. എത്ര കൊടുക്കുക? 2.25 രൂപ കൊടുക്കാൻ പോകും. ഇത് കേരള വണ്ടി അല്ലേ? കേരള വണ്ടി. ആ 2.25 കൊടുക്കാം. ഓട്ടോമാറ്റിക് റിയോ വണ്ടിയാ? ഓക്കെ. ഇതെവിടെ? റിനോൾട്ടിന്റെ ഡസ്റ്റർ കാണിച്ചു കൊടുക്കല്ലോ ബ്രോ? അതെ. ഇത് എങ്ങനെയായിരുന്നു മോഡല്? ഇത് 2013 മോഡൽ 85 ആണല്ലേ? ഓക്കെ. ഓട്ടൊക്കെ എത്ര ഉണ്ട് ബ്രോ? 1.5 ഓടിയിട്ടുണ്ട്. കേരള വണ്ടി അല്ലേ? റിയോ വണ്ടി അല്ലേ? എന്തുപാട് മെക്കാനിക്? സൂപ്പർ വണ്ടി. നല്ല വണ്ടി. ആ ഓക്കെ. വണ്ടി അതറാണെങ്കിലും കിതുമത്തിന് വണ്ടി നമുക്ക് പറയുന്നത്. ആ കേരള വണ്ടിനെ വെല്ലും അല്ലേ? ഓക്കെ. ഇത് എത്ര വില ആസ്ക്? 2.80. 2.80 കൊടുക്കാം. എത്ര മോഡല്? 13 വണ്ടി. 2.80 കുറച്ചു കൊടുക്കാലോ. ആള് വരട്ടെ. വന്ന് അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ പറ്റാത്ത പ്രശ്നം വരൂല. മാക്സിമം പൊട്ടിച്ചു കൊടുക്കാൻ മതി. ആ വരട്ടെ ആൾക്കാര്. ഇതെവിടെ? ഹൂണ്ടായിന്റെ ഒരു വെന്യൂ അല്ല? ഓട്ടോമാറ്റിക്. ഇതെങ്ങനെയായിരുന്നു ബ്രോ? ഇത് 2019 മോഡല്. സെക്കൻഡ് ഓണർ. ഓപ്ഷൻ ഏതാ? ആ ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടോ 1.20. ആ ഓണർഷിപ്പ് ഒക്കെ സെക്കൻഡ് ആണ് അല്ലെ? വണ്ടി നല്ല അടിച്ചപ്പൊളി കളറാണ് അല്ലേ? വണ്ടി എന്ത് പാട്? മെക്കാനിക് ഒക്കെ എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 6.25 രൂപ കൊടുക്കാം. 6.25 കൊടുക്കാം. ലോണൊക്കെ 6 ലക്ഷം ലോൺ ചെയ്യാം അല്ലെ? ഓക്കെ. ആവശ്യക്കാരെ വിളിച്ചോട്ടെ. ഇവിടെ നമുക്കൊരു വാഗനർ കാണിച്ചു കൊടുക്കാം. ഇത് എങ്ങനെയായിരുന്നു? ഇത് 2013 മോഡൽ VXI വണ്ടി. ആ ഓക്കെ. 13 ഫുള്ള് അല്ലെ? 4 ഡോർ പവർ വിൻഡോ, ബാക്ക് വൈപ്പർ ഒക്കെ വരുന്ന വണ്ടി. പിന്നെ മെക്കാനിക് എന്ത് പാട് ബ്രോ? നല്ല വണ്ടി അല്ലെ? കിതുമത്തിന്റെ വണ്ടി. ഓക്കെ. ഓട്ടൊക്കെ വല്ലാണ്ട് ഉണ്ടോ? ഇല്ല. ആ തട്ടുമുട്ടൊന്നും ഇല്ലല്ലോ? ചെയ്യാനുള്ള സീറ്റ് കവർ അടിക്കാണ്ട്. മെക്കാനിക് എന്ത് പാട്? പക്ക. ഓക്കെ. എത്ര കൊടുക്കാ? ഇത് നമുക്കൊരു 2.55 കൊടുക്കാം. 2.55 കൊടുക്കാം. അതും 13 VXI വണ്ടി. ആവശ്യക്കാരാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോളി. ഇതെവിടെ? വീണ്ടും ഒരു റിനോൾട്ടിന്റെ ഡസ്റ്റർ 110 അല്ല? പവർ കൂടും. ഒരു 4x4 പോലെ ചെറിയ മട്ടത്തിൽ ഈ റഫ് റോഡിലൊക്കെ പോകാൻ പറ്റിയ ഒരു വണ്ടി. ബ്രോ ഇത് മോഡല് എങ്ങനെയായിരുന്നു? 2013 മോഡല്. 13 വണ്ടി. ആ ഓക്കെ. കേരള വണ്ടിയാ? ഓക്കെ. ഓട്ടോക്ക് എത്ര ഉണ്ട്? ഓട്ടോ 1.40 ഒക്കെ ഉണ്ടാവൂല. വണ്ടി എന്ത് പാട്? മെക്കാനിക് ഒക്കെ നല്ല വണ്ടിയാ. ആ മിയത്തിൽ മിയ. ഓക്കെ. എത്ര കൊടുക്കാം ബ്രോ? നമുക്ക് 2.60 കൊടുക്കാം. 2.60 കൊടുക്കാം. അതും 13 വണ്ടിയല്ല? 13 വണ്ടി. ഓക്കെ. ഓഫറിൽ കൊടുക്കുക. ലോണൊക്കെ കിട്ടും ഇനി? ലോണൊക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇവിടെ ആവശ്യക്കാർ വിളിച്ചോട്ടെ അല്ലേ? ഇവിടെ നമുക്ക് ഒരു മഹീന്ദ്രന്റെ സൂപ്രോ. ഇത് പ്രൈവറ്റാ ടാക്സിയാ? പ്രൈവറ്റ് വണ്ടി അല്ല? ഒരു 5-8 ആൾക്ക് ഇത് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 8-10 ആൾക്ക് പോവാല്ലേ? ഓക്കെ. എത്ര മോഡലായിരുന്നു? 2017 മോഡൽ. 17 വണ്ടി സൂപ്രോ. ഓക്കെ. എന്തുപാട് വണ്ടി? മെക്കാനിക് നല്ല വണ്ടി. ആ ഇതിപ്പോ നിലവിലിപ്പോ പ്രൈവറ്റിലല്ലോ? ടാക്സി വേണമെങ്കിൽ അങ്ങനെ ആക്കല്ല? ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്കൊരു 3.70 കൊടുക്കാം. 3.70 65 കൊടുക്കാം. ഓക്കെ. ആവശ്യക്കാർ വിളിച്ചോട്ടെ.